ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് സ്ഥിരം വിസിമാരെ സുപ്രീം കോടതി നിയമിക്കും. ഗവർണറും സർക്കാരും വിസി നിയമനത്തിൽ സമവായത്തിലെത്താത്തതിനെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. മുഖ്യമന്ത്രിയും ഗവർണറും നൽകിയ പട്ടിക പരിശോധിച്ച് ഒറ്റപ്പേരു നൽകാൻ ജസ്റ്റിസ് സുധാംശു ധൂലിയ കമ്മിറ്റിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, ഗവർണർ നിയമിക്കും എന്ന പിടിവാശിയായിരുന്നു ഗവർണർക്ക്. ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിന് അധികാരമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ സർക്കാർ നിയമിക്കും എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ഒരു നിലപാടെടുത്തു. കഴിഞ്ഞ ദിവസം 2 മന്ത്രിമാർ ഗവർണറെ പോയി ലോക് ഭവനിൽ കാണുകയും ചെയ്തിരുന്നു. അപ്പോഴും ഒരു സമവായമായില്ല. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു നിയമനം സുപ്രീം കോടതി നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ബി ദിലീപ് കുമാർ, ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ തവണ സുപ്രീം കോടതി പറഞ്ഞത് സർക്കാരും ചാൻസലറും തമ്മിൽ ഒരു സമവായത്തിലെത്തണം, അതായിരിക്കും നല്ലത്. അങ്ങനെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി വിസിമാരെ നിയമിക്കും എന്നതായിരുന്നു കഴിഞ്ഞ തവണ കോടതി വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോഴും മുഖ്യമന്ത്രിക്കും ചാൻസലറിനും ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് കോടതി പറയുകയുണ്ടായി. ഇപ്പോഴും വിസി നിയമനത്തിലെ സ്തംഭനാവസ്ഥ തുടരുകയാണ്. ഇവിടെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതായത് ജസ്റ്റിസ് സുധാംശു ധൂലിയ കമ്മിറ്റിയോട് ഓരോ പേരുകൾ വീതം 2 സർവകലാശാലകളിലേക്കും നിർദ്ദേശിക്കാനാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന കത്തും ചാൻസലറുടെ മറുപടിയും അതെന്താണ് എന്നുള്ളത് ജസ്റ്റിസ് സുധാംശു ധൂലിയ കമ്മിറ്റി പരിശോധിക്കണം. അതിനുശേഷം യോഗ്യതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഓരോ പേരും 2 സർവകലാശാലകളിലേക്കും തെരഞ്ഞെടുക്കേണ്ടത്. ആ തെരഞ്ഞെടുത്ത ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകൾ തെരഞ്ഞെടുത്ത റിപ്പോർട്ട് ബുധനാഴ്ചയ്ക്കകം സീൽ ചെയ്ത കവറിൽ സുപ്രീം കോടതിക്ക് നൽകാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വ്യാഴാഴ്ച സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. അന്ന് ഈ കാര്യത്തിൽ അതായത് വിസിമാരെ സുപ്രീം കോടതി തെരഞ്ഞെടുക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ അറിയിച്ചത് ഒരു പേരിൽ മാത്രമാണ് സർക്കാരിന് എതിർപ്പുള്ളത്. മറ്റേത് പേര് തിരഞ്ഞെടുത്താലും ആ തീരുമാനത്തോട് യോജിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചത്. അതേസമയത്ത് ഈ കാര്യങ്ങളിൽ ഇങ്ങനെ നീണ്ടു പോകുന്ന ആ തർക്കം ഇപ്പോഴും ഒരു പരിഹാരമാവാത്തതിൽ സുപ്രീം കോടതി അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ പോലും സുപ്രീം കോടതി പറഞ്ഞത് ഇത് ഇത്തരത്തിൽ വഷളാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് പരസ്പരം ഒരു ചായ കുടിച്ചുകൊണ്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് ഈ കോടതി വരെ എത്തിച്ചിരിക്കുന്നത് എന്നതായിരുന്നു കോടതിയുടെ ഇക്കാര്യത്തിലെ നിരീക്ഷണം. എന്തായാലും സുപ്രീം കോടതി ഈ പേരുകൾ തെരഞ്ഞെടുക്കുന്നതോടുകൂടി ഒരു പരിഹാരം ഉണ്ടാകും എന്ന് വേണം കരുതാൻ. എന്തായാലും അതിനുശേഷം എന്തെങ്കിലും നിയമ നടപടികളിലേക്ക് വീണ്ടും കടക്കുമോ എന്നറിയില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ജസ്റ്റിസ് സുധാംശു ധൂലിയ കമ്മിറ്റിയോട് ഈ 2 സർവകലാശാലകളിലേക്കുമായി ഓരോ പേര് വീതം അത് മെരിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ആ പേരുകൾ തെരഞ്ഞെടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ദിലീപ് കുമാർ, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് സ്ഥിരം വിസിമാരെ സുപ്രീം കോടതി നിയമിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.